അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങളുടെ സമീപത്തേക്ക് ഹൻദല എന്ന് പറയുന്ന ഒരു സ്വഹാബി വന്നു. സിദ്ദീഖ് തങ്ങളെയാണ് ആദ്യം കാണുന്നത്. നാഫഖ ഹൻദല, സിദ്ദീഖേ ഹൻദല മുനാഫിഖായി പോയി. എന്താ മുനാഫിഖ് എന്ന് പറഞ്ഞാൽ? മുശ്രിക്കീങ്ങളായ ബഹുദൈവ വിശ്വാസികൾക്ക് അല്ലാഹു നൽകുന്ന ശിക്ഷയെക്കാളും വളരെ കാഠിന്യമുള്ള ശിക്ഷയാണ് മുനാഫിഖിന് നൽകുന്നത്. നരകത്തിന്റെ 70 തട്ടിൽ ഏറ്റവും അടിത്തട്ടിലാണ് ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ. നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിലാണ് അവരുള്ളത്. വേദനാജനകമായ ശിക്ഷ അനുഭവിക്കേണ്ടവർ മുനാഫിഖീങ്ങളാണ്. ആ മുനാഫിഖീങ്ങളിൽ ഞാൻ പെട്ടുപോയി എന്ന് മഹാനായ ഹൻദല റളിയല്ലാഹു അൻഹു സിദ്ദീഖ് തങ്ങളോട് പറഞ്ഞു. എന്താ കാരണം? നബി തങ്ങൾ വാദ് പറയുമ്പോൾ നന്നാവണമെന്ന് തോന്നും, വീട്ടിലെത്തിയല്ല മറന്നു. സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, എനിക്കുണ്ടല്ലോ കുഴപ്പം, അപ്പൊ ഞാനും മുനാഫിഖ് തന്നെയാണല്ലോ. അങ്ങനെയാണ് രണ്ടുപേരും അല്ലാഹുവിന്റെ ഹബീബിനെ കാണാൻ പോയത്. നബിയേ നാഫഖ ഹൻദല, ഹൻദല മുനാഫിഖാണെന്ന് പറഞ്ഞു നബിയേ. എന്താ കാരണം? ഇങ്ങനെയൊക്കെയാണ് നബിയെ. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ എന്റെ വഅദ് കേട്ട് നിങ്ങൾ കഴിയുന്നത് പോലെ ജീവിക്കാൻ ശ്രമിക്കുക. അതല്ലാതെ ഞാൻ പറയുന്നത് അതേപോലെ ജീവിക്കണം, ഇവിടെ കേട്ടത് അതേപോലെ നടക്കണമെന്ന് പറഞ്ഞാൽ അത് നടക്കാൻ പോകുന്ന കാര്യമല്ല. അങ്ങനെ നിങ്ങൾ നടക്കുകയാണെങ്കിൽ നിങ്ങളുടെ വഴിയിൽ മലായികകൾ ആകാശത്തു നിന്നിറങ്ങി വന്ന് നിങ്ങൾക്ക് മുസാഫഹത്ത് ചെയ്യുന്നത് കൊണ്ട് കഴിവിന്റെ പരമാവധി നിങ്ങൾ സൂക്ഷിക്കണമെന്നാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു കൊടുത്തത്. അല്ലാഹുവേ, എന്റെ കഴിവിന്റെ പരമാവധി നീ പറഞ്ഞതുപോലെ ചെയ്യാൻ ഞാൻ തയ്യാറാണ്. അങ്ങനെയാ പറഞ്ഞു, എന്റെ കഴിവിന്റെ പരമാവധി. അശ്രദ്ധരാവരുത്, നെവർ മൈൻഡ് ചെയ്യരുത്. ومن أعرض عن ذكري فإن له معيشة ضنكا. എന്റെ ദിക്റിൽ നിന്ന് മാറി നിൽക്കുന്ന ആളുകളെ ഞാൻ വളരെ കുദുസായ ജീവിതം നൽകി പ്രയാസപ്പെടുത്തുമെന്ന് പരിശുദ്ധ ഖുർആൻ. നെവർ മൈൻഡ് ചെയ്താൽ പഠിച്ചം വിടൂല. നെവർ മൈൻഡ് ചെയ്താൽ അല്ലാഹു വെറുതെ വിടൂല. വമൻ അഅറദ അൻ ദിക്രി, എന്നെ നിങ്ങൾ നെവർ മൈൻഡ് ചെയ്താൽ നുഖയ്യിദ് ലഹു ശൈത്വാന, നിങ്ങൾക്ക് ഞാനൊരു പിശാചിനെ ഏൽപ്പിക്കുമെന്നാണ് അല്ലാഹു പറഞ്ഞത്. വമൻ യഅ്ശ അൻ ദിക്രിർ റഹ്മാനി നുഖയ്യിദ് ലഹു ശൈത്വാന ഫഹുവ ലഹു ഖരീൻ. എന്റെ ദിക്റിൽ നിന്ന് മാറി എന്നെ മറന്ന് നിങ്ങൾ ജീവിക്കാൻ തുടങ്ങിയാൽ ഒരു പിശാചിനെ നിങ്ങളുടെ കൂട്ടുകാരനാക്കി ഞാൻ തരും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട്, ഉമ്മമാരോട് എനിക്ക് പറയാനുള്ളത്, റിസൾട്ട് ഇല്ലാത്ത ഒരു പ്രവർത്തനം ഒരു കാരണവശാലും നിങ്ങൾ ചെയ്യാൻ പാടില്ല. റിസൾട്ട് വേണം. അവിടെ നിന്ന് ഈ വാദിലേക്ക് പോയത്. വാദ് വെച്ചാൽ റിസൾട്ട് വേണം. അതിനാണ് ഞാൻ പറഞ്ഞത്, വഴിതെറ്റുന്ന യുവതി യുവാക്കൾ എന്ന വിഷയം കൊടുത്തിട്ട് 40 വയസ്സിന്റെ മുകളിലുള്ള വയസ്സന്മാർ വന്നിട്ട് ഇരുന്നിട്ട് എന്താ കാര്യം? എന്താ റിസൾട്ട് ഉണ്ടാവുക? എന്ത് റിസൾട്ട് ഉണ്ടാവും? വിഷയം വഴിതെറ്റുന്ന യുവാക്കൾ, യുവതികൾ, എന്നിട്ട് യുവാക്കൾ ഇങ്ങനെ ചീത്ത പറയാ. കേൾക്കുന്നതൊക്കെ 40 വയസ്സിന്റെ മുകളിലുള്ള വയസ്സന്മാർ. വല്ല റിസൾട്ടും അച്ചരം വാദുകളിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? അതേപോലെ ഉമ്മമാരെ, നിങ്ങൾ നിങ്ങളുടെ മക്കളെ അടിക്കുന്നുവെങ്കിൽ ആ അടിയിലൊരു റിസൾട്ട് ഉണ്ടാവണം. അതേപോലെ തന്നെയാണ് ഉസ്താദുമാർ മദ്രസയിൽ കുട്ടികളെ അടിക്കുമ്പോ ആ അടിയിലൊരു റിസൾട്ട് ഉണ്ടാവണം. റിസൾട്ട് ഉണ്ടാവണം. അടിക്കുകയാണ്, നന്നായിട്ട് അടിക്കുകയാണ്. കുട്ടികൾ പിറ്റേ ദിവസം പഠിക്കുന്നില്ല, പിന്നെ അടിച്ചു, പിറ്റേ ദിവസം അടിക്കുന്നില്ല, പിന്നെ അടിച്ചു, പിറ്റേ ദിവസം പഠിക്കുന്നില്ല. അപ്പൊ നിങ്ങൾ ശൈലി മാറ്റി പിടിക്കണം. അടിച്ചിട്ട് കാര്യമില്ല. അടിച്ചത് കൊണ്ട് കുട്ടിക്ക് പഠിക്കുന്നില്ല, കുട്ടിയിൽ മാറ്റം ഉണ്ടാവുന്നില്ല, റിസൾട്ട് കാണുന്നില്ല. പിന്നെ നെക്സ്റ്റ് വഴി എന്താ നിങ്ങൾ ആലോചിക്കണം. നിങ്ങൾ ആലോചിക്കണം. അതിനാണ് ഈ ട്രെയിനിങ്. ഉസ്താദുമാർക്ക്, ടീച്ചേഴ്സിനൊക്കെ ട്രെയിനിങ് കൊടുക്കുന്നതിന്. കാലം മാറുന്നതിനനുസരിച്ചിട്ട് പഠിപ്പിക്കേണ്ട മെത്തഡോളജി മാറിക്കൊണ്ടേയിരിക്കുക. എങ്ങനെ പഠിപ്പിക്കണം, എങ്ങനെ ഒരാളുടെ മനസ്സ് വായിക്കണം, ഒരാളുടെ എല്ലാവരും കണക്കിസ്റ്റായിരിക്കില്ല. ഒരു ക്ലാസ്സിലുള്ള ഒരു കണക്കിനെ കുറിച്ചിട്ട് തീരെ മൈൻഡ് ഇല്ലാത്തൊരു കുട്ടിയെ അധ്യാപകൻ അടിച്ചടിച്ചടിച്ച് എത്ര പഠിപ്പിച്ചാലും ആ കുട്ടിക്ക് കണക്ക് തിരിയില്ല. കാരണം എന്താ? ആ കുട്ടിയുടെ മൈൻഡ് IQ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ കണക്കുമായിട്ട് തീരെ ബന്ധമില്ലാത്തതായിരിക്കും. അങ്ങനെ ഒരു മനുഷ്യനെ പഠിക്കുന്ന പറഞ്ഞ് അടിച്ചിട്ട് എന്താ കാര്യം? ആ കുട്ടിക്ക് വേറെ ഏതെങ്കിലും ചിത്രം, ആർട്ട്, ഡിസൈനിങ്, ആ മേഖലയായിരിക്കും, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മേഖലയായിരിക്കും ആ കുട്ടിക്ക് ഇഷ്ടം. ആ കുട്ടിയുടെ കഴിവ് നമ്മൾ തിരിച്ചറിയാൻ ഒരു രക്ഷിതാവിനും ഒരു ടീച്ചറിനും കഴിയണം. ഇത് മാത്സിന്റെ വിഷയത്തിൽ പേടിപ്പിച്ചിട്ട് അടിക്കേണ്ട ഒരു കുട്ടിയല്ല. ഈ കുട്ടിക്ക് ആ മേഖലയിൽ എത്ര അടിച്ചാലും കാര്യമില്ല. കുട്ടിയുടെ മേഖല, ഫീൽഡ് വേറെയാണ്. അതുകൊണ്ട് കുട്ടിയെ ഈ വിഷയം മാറ്റിപ്പിടിച്ച് വേറൊരു വിഷയത്തിൽ ഫോക്കസ് ചെയ്യിപ്പിക്കണം. ഇപ്പൊ നമ്മുടെ ദർസുകളിൽ തന്നെ
ഹദീസ് ഉണ്ടാകും, ഫിഖ് ഉണ്ടാകും, തഫ്സീർ ഉണ്ടാകും, നഹ്വ് ഉണ്ടാകും, സർഫ് ഉണ്ടാകും, ഉസൂൽ ഉണ്ടാകും, ഉലൂം ഉണ്ടാകും. ചില കുട്ടികൾക്ക് തഫ്സീർ ഭയങ്കര ഇഷ്ടമായിരിക്കും, അവർ ആ മേഖലയിൽ നമ്മൾ ഫോക്കസ് ചെയ്യിപ്പിക്കണം. ചില കുട്ടികൾക്ക് ഫിഖ് ഭയങ്കര ഇഷ്ടമായിരിക്കും, അവർ ആ മേഖലയിൽ ഫോക്കസ് ചെയ്യിപ്പിക്കണം. അതുകൊണ്ടാണ് ഇപ്പൊ സ്ഥാപനങ്ങൾ, ഇപ്പൊ ദാറുൽ പോലെയുള്ള സ്ഥാപനങ്ങളിലൊക്കെ ഡിപ്പാർട്ട്മെന്റുകളാണ്. ഒരു 10ാം ക്ലാസ്സിലേക്ക് 5ാം ക്ലാസ്സിലേക്ക് എത്തിയാൽ തന്നെ കുട്ടികൾ അവർക്ക് ഏത് ഫീൽഡാണ് ഇഷ്ടമെന്ന് കുട്ടികൾക്കും മനസ്സിലാവും, ടീച്ചേഴ്സിനും മനസ്സിലാവും. അപ്പൊ അന്ന് മുതൽ 5ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞാൽ തഫ്സീർ ഇഷ്ടപ്പെടുന്ന കുട്ടികൾ ഡിപ്പാർട്ട്മെന്റ് ഓഫ് തഫ്സീർ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹദീസ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിഖ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഖുർആൻ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ദഅവ, പ്രൊപ്പഗേഷൻ, ദഅവ മേഖല. അപ്പൊ കഴിവെന്താണെന്ന് തിരിച്ചറിയാൻ ആർക്ക് കഴിയണം? ടീച്ചേഴ്സിന് കഴിയണം. അപ്പൊ നിങ്ങൾ കമ്മിറ്റിക്കാരൊക്കെ കുറെ പൈസ ചെലവാക്കുന്നില്ലേ? ആ പൈസ ടീച്ചേഴ്സിന് ട്രെയിനിങ് കൊടുക്കണം, പാരന്റ്സിന് ട്രെയിനിങ് കൊടുക്കണം. നിങ്ങൾ വർഷത്തിൽ ഒരു 6 മാസം കൂടുമ്പോഴെങ്കിലും നല്ല ഒരു ട്രെയിനറെ കൊണ്ടുവന്നിട്ട് നമ്മുടെ ഉമ്മമാർക്ക് എങ്ങനെ മക്കളെ വളർത്താം, അടിക്കാതെ മക്കൾ എങ്ങനെ വളർത്താം എന്നൊരു ട്രെയിനിങ് കൊടുക്കണം. അടിക്കാൻ പാടില്ല. 7 വയസ്സുവരെ മക്കളെ അടിക്കാനേ പാടില്ല. ഇവിടെ മക്കളടിക്കാത്ത ഉപ്പമാർ എത്ര ഉണ്ടാവും? തീരെ മക്കളടിക്കാത്ത ഉപ്പമാരുണ്ടെങ്കിൽ ആരുമില്ലേ? ഉപ്പമാരടിക്കലുണ്ടോ മക്കളെ? ഉമ്മമാരും അടിക്കലുണ്ട്, നിങ്ങളും അടിക്കലുണ്ടോ? ഉണ്ടോ? സത്യമായിട്ടും അങ്ങനെ നിങ്ങളുടെ കൈപ്പൊക്കെ അതാണ്. നിങ്ങളെല്ലാരും മക്കളടിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഭാര്യമാരുടെ അവസ്ഥ എന്തായിരിക്കും? ഉമ്മമാരാണ് മക്കൾ പൊതുവെ അടിക്കുന്നത് കാണാറ്, ഉപ്പമാരടിക്കുന്നത് വളരെ റയറായിട്ടാണ് കാണുന്നത്. നിങ്ങൾ എല്ലാവരും അടിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഉമ്മമാരെ അവസ്ഥ എന്താ ചോദിക്കുക? നമ്മൾ അടിക്കുന്നത് കൊണ്ടാണ് മക്കൾ, സത്യമായിട്ട് ഇത് പഠിക്കാത്തതുകൊണ്ട് നമ്മൾ അടിക്കുന്നത് കൊണ്ടാണ് മക്കൾ മോശമാവുന്നത്. ഒച്ച വെച്ചിട്ട് ഉമ്മമാര് പേടിപ്പിക്കൂലേ? പേര് വിളിച്ചിട്ട് എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യുമ്പോൾ അട്ടഹസിക്കൂലേ? ആ ഒരു അട്ടഹാസമാണ് മക്കൾ പഠിച്ച് സ്വന്തം സുഹൃത്തിന്റെ മുമ്പിൽ അട്ടഹസിക്കുന്നത്. ക്ലാസ്സിൽ പോയിട്ട് എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യുമ്പോൾ മക്കളെ മുമ്പിൽ ക്ലാസ്സിൽ അട്ടഹസിക്കൂലേ? ടീച്ചറോട് അട്ടഹസിക്കും, ഉസ്താദുമാരോട് അട്ടഹസിക്കും. അതെവിടെ നിന്ന് കിട്ടി? നിങ്ങളുടെ വീട്ടിലെ ഉമ്മയിൽ നിന്ന് കിട്ടിയത് ഈ അട്ടഹാസം. സൗമ്യമായ രീതിയിൽ സംസാരിച്ച് ശീലിക്കുന്ന കുടുംബമാണെങ്കിൽ ഈ മക്കൾ എത്ര വലുതായാലും സൗമ്യത കൈവിടൂല. അവരുടെ സംസാരം വളരെ ഒരു മാനേഴ്സ് ഉള്ള, ഒരു പൊളൈറ്റ് ആയിട്ടുള്ള സംസാരമായിരിക്കും. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. അതുകൊണ്ട് ഒച്ച വെച്ചിട്ട് വരെ അവരെ പേടിപ്പിക്കാൻ പാടില്ല. ഞാൻ സത്യത്തിൽ ഇതൊക്കെ പണ്ട് അടിക്കാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ടായിരുന്നു, ഇതൊക്കെ അടിക്കാതൊക്കെ പഠിപ്പിക്കാൻ കഴിയുമോ എന്ന് ചിന്തിക്കാറുണ്ടായിരുന്നു. ഇപ്പം മനസ്സിലായി തുടങ്ങി അടിക്കാതെ പഠിപ്പിക്കാൻ കഴിയും നമ്മൾക്ക് തിരിച്ചറിയാൻ തുടങ്ങി. നിങ്ങൾക്കും തുടങ്ങും. നിങ്ങൾ ഈ മേഖലയിൽ നന്നായിട്ട് യൂട്യൂബിലൊക്കെ പോയിട്ട് നന്നായിട്ട് ക്ലാസ് കേൾക്കുക, പാരന്റിങ് കേൾക്കുക. നിങ്ങൾ ഇനി കേൾക്കേണ്ടത് പാരന്റിങ് ആണ്. എങ്ങനെ മക്കളെ വളർത്താമെന്നുള്ള ഒരുപാട് ട്രെയിനേഴ്സിന്റെ പ്രഭാഷണങ്ങൾ ഉണ്ടാവും. ഇംഗ്ലീഷിലുണ്ടാകും, മലയാളത്തിലുണ്ടാകും, ഹിന്ദിയിലുണ്ടാകും, ഒക്കെ ഉണ്ടാവും. എപ്പോഴാണ് നബി തങ്ങൾ അടിക്കാൻ പറഞ്ഞത്? 7 വയസ്സുവരെ മക്കളുടെ കൂടെ കളിക്കണം. 14 വയസ്സുവരെ അവർക്ക് അദബ് പഠിപ്പിക്കേണ്ട സമയമാണ്. ഇസ്ലാം പഠിപ്പിക്കുന്നത് നിസ്കരിച്ചില്ലെങ്കിൽ ഒരാളുടെ തല വെട്ടണമെന്നാണ്. 15 വയസ്സായിട്ടും പ്രായപൂർത്തിയെത്തിയിട്ടും നിസ്കാരത്തിന്റെ സമയമായിട്ട് നിസ്കരിക്കാൻ പറഞ്ഞിട്ട് സമയമുണ്ടായിട്ട് പടച്ചോനെ നിഷേധിച്ചിട്ട് നിസ്കരിച്ചില്ലെങ്കിൽ തല വെട്ടണം എന്ന ഇസ്ലാമിന്റെ നിയമം. അങ്ങനെയാണ്, വെട്ടുന്നൊന്നുമില്ല ആരും, അങ്ങനെ ഒരു നിയമമുണ്ട് ഇസ്ലാമിൽ. എന്നാൽ ആ ഇസ്ലാം പറയുന്നത് 7 വയസ്സ് മുതൽ 10 വയസ്സ് വരെ നിങ്ങൾ മക്കളോട് നിസ്കരിക്കാൻ കൽപ്പിക്കണമെന്നാണ്. 7 വയസ്സ് മുതൽ 10 വയസ്സ് വരെ നിങ്ങൾ നിങ്ങളുടെ മക്കളോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം. അതെങ്ങനെയാ കൽപ്പിക്കേണ്ടത്? നിസ്കരിക്കാൻ എങ്ങനെയാ കൽപ്പിക്കേണ്ടത്? 7 വയസ്സാകുമ്പോ മോനെ നിനക്ക് 7 വയസ്സായിട്ടുണ്ട്, ഇന്നു മുതൽ നിസ്കരിച്ചോ, ഇല്ലെങ്കിൽ നിന്റെ മുട്ടുംകാലം തല്ലിപ്പൊളിക്കും എന്നല്ല പറയേണ്ടത്. അള്ളാഹുവിനെ ഇഷ്ടപ്പെടാനുള്ള ഉപദേശമാണ് നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത്. നിസ്കരിച്ചില്ലെങ്കിൽ പഠിച്ചോ നരകത്തിലേക്ക് വലിച്ചെറിയുന്നല്ല പറയേണ്ടത്. അപ്പൊ അല്ലാഹ് ഒരു ക്രിമിനലായിട്ട കുട്ടിക്കാണ്. എന്ത് പഠിച്ചോൻ, എന്ത് റബ്ബ്, ഞാൻ നിസ്കരിച്ചില്ലെങ്കിൽ എന്നെ നരകത്തിലിടാൻ പഠിച്ചോനാരാ, അങ്ങനെയൊക്കെ ചിന്തിക്കാൻ തുടങ്ങും. നിസ്കരിച്ചില്ലെങ്കിൽ നരകത്തിലേക്ക് വലിച്ചെറിയെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല പറയേണ്ടത്. നിനക്ക് കണ്ണ് തന്നവൻ, നിനക്ക് കാത് തന്നവൻ, നിനക്ക് ആരോഗ്യം തന്നവൻ, നിനക്ക് ഓക്സിജൻ ഒരു പൈസയുടെ ചെലവ് പോലും ഇല്ലാതെ ഓക്സിജൻ തന്നവൻ. കോവിഡ് വന്നപ്പോൾ മനസ്സിലായി ഓക്സിജൻ എത്ര വാല്യൂ ഉണ്ടെന്ന്, എത്ര പ്രീഷ്യസ് ആണെന്ന്, എത്ര വില വെളുപ്പുള്ളതാണെന്ന്. അല്ലെ, എത്ര വിലയുണ്ട് ഈ ഓക്സിജൻ എന്ന് കോവിഡ് വന്നപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. 2 ദിവസത്തെ ഹോസ്പിറ്റലിന്റെ ബില്ല് 4 ലക്ഷമൊക്കെ 2 ദിവസത്തേക്ക് കോവിഡിന് അഡ്മിറ്റായ ഒരാൾ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ അവർക്കുള്ള ബില്ല് 2-4 ലക്ഷങ്ങള്. മുഅ്മിനീങ്ങളെ,
ഇതൊക്കെ പറഞ്ഞ് അള്ളാഹുവിനോടുള്ള ഇഷ്ടമാണ് നമ്മുടെ മക്കളുടെ ഖൽബിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. എന്നിട്ടൊരു ചോദ്യം, ഇതൊക്കെ തന്ന അള്ളാഹുവിന് നമ്മൾ തിരിച്ചെന്തെങ്കിലും കൊടുക്കണ്ടേ? അതാണ് ശുക്റാണ് നമ്മുടെ നിസ്കാരം. അതല്ലാതെ സുബഹിസ്കരിച്ചോ ഇല്ലെങ്കിൽ പടച്ചോൻ പൊടിച്ചു നരകത്തിലേക്ക് എറിയും. ഇത് പടച്ചോനോട് സ്നേഹം കൂടാനല്ല, വെറുപ്പ് കൂടാൻ കാരണമാവും. അതുകൊണ്ട് അള്ളാഹുവിനെ വെറുപ്പ് തോന്നിക്കുന്ന രീതിയിൽ ഒരിക്കലും ഉപദേശിക്കരുത്, വാദം പറയരുത്. ആകൊരു നരകവും ഖബറിലുള്ള ശിക്ഷ അല്ല വാദം അറിയേണ്ടത്. പടച്ചോൻ കാരുണ്യവാനാണെന്ന് പറഞ്ഞു കൊടുക്കി. അല്ലാഹു കാരുണ്യവാനാണ്, അല്ലാഹു ഗഫൂറാണ്, അല്ലാഹു റഹീമാണ്. ഞങ്ങൾ നിസ്കരിച്ചില്ലെങ്കിൽ 70 തട്ടുള്ള നരകത്തിലേക്ക് വലിച്ചെറിയുമെന്ന് പറയുന്നതിന് പകരം 100 ആളെ കൊന്ന മനുഷ്യന് പഠിച്ച മാപ്പ് കൊടുത്തിട്ടുണ്ടെന്ന് പറ. അപ്പോഴാ ജനങ്ങൾക്ക് അള്ളാഹുവിൽ പ്രതീക്ഷ ഉണ്ടാവുക. അപ്പോഴാ പഠിച്ചോനില്ല മനുഷ്യന്മാർക്ക് പ്രതീക്ഷ ഉണ്ടാവുക. 100 ആളെ കൊന്നിട്ടും പഠിച്ചോൻ പുറത്തെടുത്തോ, അപ്പൊ എന്തായാലും എനിക്കുള്ള പുറത്തരായിരിക്കില്ല എന്ന് പറഞ്ഞിട്ട് നന്നാവാൻ താല്പര്യം ഉണ്ടാവും. നേരെ മറിച്ച് നിസ്കരിച്ചില്ലെങ്കിൽ പഠിച്ചോൻ തന്നെ വെറുതെ വിടൂല എന്ന് പറഞ്ഞ് ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. 15 വയസ്സ് മുതൽ 40 വയസ്സായി പഠിച്ചോൻ എത്ര നിസ്കാരം കലായി, ഇതൊക്കെ ഇനി കലാ വിട്ടിട്ട് കഴിയ. ഒരു നിസ്കാരത്തിന് ഇത്ര വലിയ ശിക്ഷയാണെങ്കിൽ 1000 നിസ്കാരം നഷ്ടപ്പെട്ടു പോയ ഞാൻ എന്ത് ചെയ്യാൻ? ഇനി എന്നെ കൊണ്ട് നന്നാവാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ പിന്മാറും. മനസ്സിലായി? ഇനി ഞാൻ നന്നാവൂല, ഇനി എങ്ങനെ ഇതൊക്കെ നിസ്കരിച്ചത് എന്നെ കൊണ്ടാവൂല. മുഅ്മിനീങ്ങളെ, അല്ലാഹു ഗഫൂറാണ്, അല്ലാഹു റഹീമാണെന്നുള്ള സന്ദേശം നമ്മുടെ മക്കൾക്ക് നൽകാൻ നമ്മൾ തയ്യാറാവണം. നോക്കൂ നിങ്ങൾ, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നൊരു സംഭവം, ഇന്ന റജുലൻ ലം യഅമൽ ഖത്തു, ഒരു നന്മയും ചെയ്യാത്ത ഒരാൾ, ലം യഅമൽ ഖൈറൻ ഖത്തു, ഒരു നന്മയും ചെയ്യാത്ത ഒരാൾ, യുദായിൻ നാസ, അയാൾ ജനങ്ങൾക്ക് കടം കൊടുക്കാറുണ്ടായിരുന്നു. ഫയഖൂലു ലിറസൂലിഹി, കടം കൊടുക്കുമ്പോൾ അയാളുടെ സെക്രട്ടറിയോട് പറയാറുള്ളത്, ഖുൽ മാ തയസ്സറ, കടം തിരിച്ചു തരാനുള്ള സമയമായാൽ ആ തിരിച്ചു തരേണ്ടവന് തിരിച്ചു നൽകാൻ എത്രയാണോ കഴിയുന്നത് അത് മാത്രം വാങ്ങിച്ചാൽ മതി. 1,00,000 കൊടുത്താലേ ഏപ്രിൽ 1 തരണമെന്ന് പറഞ്ഞാൽ ഏപ്രിൽ 1 ആകുമ്പോ 1,00,000 അയാളുടെ കയ്യിലില്ല, 25 ഉള്ളൂ. എങ്കിലാ 25 വാങ്ങിച്ചോ, ബാക്കി ആൾ സൗകര്യം ഉണ്ടാകുമ്പോൾ തന്നോട്ടെ. സെക്രട്ടറിയോട് പറയാനൊരു മുതലാളി. ഇതല്ലാതെ വേറെ ഒരു നന്മയും അയാൾ ചെയ്തിട്ടില്ല. എന്നിട്ട് അയാൾ മരിക്കുകയാണ്. ഫലം ഹലക, അയാൾ മരിച്ചു പോയപ്പോൾ ഖാലല്ലാഹു അസ്സ വജല്ല, അല്ലാഹു അയാളോട് ചോദിച്ചു, ഹൽ അമിൽത ഖൈറൻ ഖത്തു, ജീവിതത്തിൽ എന്തെങ്കിലും ഒരു നന്മ നീ ചെയ്തിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു നന്മ ചെയ്തിട്ടുണ്ടോ മനുഷ്യ? അയാൾ പറഞ്ഞു, ഇല്ല റബ്ബേ, ഞാനൊരു നന്മയും ചെയ്തിട്ടില്ല. ഇതല്ലാതെ വേറൊരു നന്മ അയാൾ ചെയ്തിട്ടില്ല. നിസ്കാരമില്ല, നോമ്പില്ല. അപ്പൊ നിസ്കാര നോമ്പിന്റെ സമയമല്ല ഇത്. നമ്മുടെ ഉമ്മത്തിലുള്ളതല്ല, മുൻകാലത്തുള്ളൊരു സമുദായത്തിൽപ്പെട്ട സംഭവം നബി തങ്ങൾ പറയാണ്. ആരൊക്കെ റിപ്പോർട്ട് ചെയ്തു? മഹാനായ ഇമാം അഹ്മദ് തങ്ങൾ, നസായി തങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. മുഅ്മിനീങ്ങളെ, എന്നിട്ട് അദ്ദേഹം പറയാണ്, അല്ലാഹുവേ, ഞാനൊരു നന്മയും ചെയ്തിട്ടില്ല, പക്ഷേ വകുന്തു ഉദായിനുൻ നാസ്, ഞാൻ ജനങ്ങൾക്ക് കടം കൊടുക്കാറുണ്ട്. അങ്ങനെ കടം തിരിച്ചു തരേണ്ട സമയമായാൽ ഞാൻ പറയാറുണ്ട്, ഖുൽ മാ തയസ്സറ, അയാൾക്ക് എത്രയാണോ തിരിച്ചു തരാൻ കഴിയുന്നത് അത് മാത്രം വാങ്ങിച്ചാൽ മതി. വത്റുക് മാ അസുറ, അയാൾക്ക് തിരിച്ചു തരാൻ കഴിയാത്തതിന് നിങ്ങൾ വീണ്ടും ഡേറ്റ് ഇട്ട് കൊടുക്കണം. സൗകര്യം ഉണ്ടാകുമ്പോ തന്നോട്ടെ, പൈസ ആകുമ്പോ തന്നോട്ടെ. വതജാവസ്, അതിനും കഴിയുന്നില്ലെങ്കിൽ അയാൾക്കത് വിട്ടുകൊടുത്തേക്ക്. അല്ലാഹു അസ്സ വജല്ല യതജാവസു അന്നാ, അല്ലാഹു നാളെ ഞങ്ങൾക്കും മാപ്പ് തന്നേക്കാം. ഇത് പറഞ്ഞപ്പോൾ ഖാലല്ലാഹു അസ്സ വജൽ, അയാളോട് റബ്ബ് പറഞ്ഞു, ആയിക്കോട്ടെ, ഖദ് തജാവസ്തു അൻക, ഞാൻ നിനക്ക് നിന്റെ സർവ്വ പാപങ്ങളും മാപ്പ് തന്നിരിക്കുകയാണ്, ഞാൻ നിനക്ക് സ്വർഗ്ഗം നൽകുകയാണ് എന്ന് അല്ലാഹു പറഞ്ഞുവെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. ഒരു നന്മ അയാൾ ചെയ്തിട്ടില്ല. ആകെ ജീവിതത്തിൽ ചെയ്ത നന്മ കടം കൊടുത്ത ആൾക്ക് വിട്ടുവീഴ്ച ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ അള്ളാന്റെ പണി എന്താ? അള്ളാന്റെ പണി എന്താ? പോലീസുകാരെ പണിയാണോ പഠിച്ചോ ചെയ്യുന്നത്? പോലീസുകാരെ പണിയാണോ പഠിച്ചോ ചെയ്യുന്നത്? പോലീസുകാരെ പണി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇപ്പൊ മാർച്ച് മാസമായാല് റോഡ് സൈഡിലുള്ള ഒരു മരം പോലീസുകാർ വെറുതെ വിടൂല, അല്ലെ? റോഡ് സൈഡിലുള്ള ഒരു തണലുള്ള ഒരു മരത്തിന്റെ അടിയിലും പോലീസിന്റെ വണ്ടി കാണാതിരിക്കൂല. നിങ്ങൾ എവിടെ തണലുണ്ടോ അവിടെ കൊണ്ടുപോയിട്ട് പാർക്ക് ചെയ്യും. കൈ കാട്ടും, വിടുക. എന്തുണ്ടോ? ലൈസൻസ് ഉണ്ടോ? ഉണ്ട് സർ. ഹെൽമെറ്റ് ഉണ്ടോ? ഉണ്ട്. സീറ്റ് ബെൽറ്റ് ഉണ്ടോ? ഉണ്ട്. പൊല്യൂഷൻ ഉണ്ടോ? ഉണ്ട്. ഇതൊക്കെ ഉണ്ടോന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. ഒരു ആപ്പിൽ നമ്പർ അടിച്ചതൊക്കെ കാണുന്നുണ്ടോ ഇല്ലെന്നൊക്കെ ഇവർക്കറിയാം.
ഇതവിടെ നോക്കിയാൽ മതി. ഇതൊന്നും നമ്മൾ ചോദിക്കേണ്ട ഒരു ആവശ്യമില്ല. ടെക്നോളജി വികസിച്ചൊരു സമയമാണ്, ഒരു കാലമാണ്. ഇതൊക്കെ ഇല്ലെങ്കിലും ഇല്ലാന്ന് പറഞ്ഞാൽ ഉണ്ടെന്ന് പറഞ്ഞാൽ കൊണ്ടുവരാൻ പറയും. എന്തിനൊക്കെ ആവശ്യം? ഇതൊക്കെ നമ്മളെ എന്ത് ചെയ്യാനാണ്? ഉപദ്രവിക്കലാണ്. മാക്സിമം എങ്ങനെ ശല്യം ചെയ്യാന്നാണ് അവർ ചിന്തിക്കുക. പൊല്യൂഷൻ കൊണ്ടുപോകാം, അവർക്കറിയാം. നോക്കിയാൽ ഇതുണ്ടോ? ഇൻഷുറൻസ് കൊണ്ടുപോകാം, അതും അറിയാം. മൊബൈൽ നോക്കിയാൽ അറിയുണ്ടോ? ഒക്കെ അറിയാം. എല്ലാം ഓക്കെ, വെരി ഗുഡ്, മാഷാ അല്ലാഹ്, വെരി ഗുഡ് എന്നൊക്കെ പറഞ്ഞിട്ടാണോ ഏതെങ്കിലും ഒരു പോലീസ് ചരിത്രത്തിൽ ഇന്ന് വരെ വെരി ഗുഡ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ടോ? എല്ലാ പേപ്പറുള്ള ഒരാളെ ഉണ്ടോ? നിങ്ങൾക്ക് അങ്ങനെ എവിടെയെങ്കിലും ചരിത്രത്തിൽ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? എന്താ ചെയ്യാ? പിന്നെ അടുത്ത് ഇങ്ങനെ വരും, കയ്യിൽ നിന്ന് ഇട്ടിട്ട് വണ്ടീൻ്റെ അടുത്ത് വരും. എന്താടാ ഇത്? നമ്പർ പ്ലേറ്റ് എന്താടാ ഇങ്ങനെ നോക്കും? മനസ്സിലായി? നമ്പർ പ്ലേറ്റ് ഒക്കെ ഓക്കെ ആണെങ്കിൽ എവിടെയെങ്കിലും സ്റ്റിക്കർ ഇട്ട്, സ്റ്റിക്കർ ഒന്നും പാടില്ല കേട്ടോ, ഇതൊക്കെ മാറ്റിക്കോണം. ഞാൻ മാറ്റണം, നീ മാറ്റും. സ്റ്റിക്കർ സാധാ 5 രൂപേൻ്റെ ഏതെങ്കിലും മറ്റേ ബൂമറിലൊരു സ്റ്റിക്കർ ഇട്ടില്ല, അങ്ങനെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഏതെങ്കിലും പേര് ഒട്ടിച്ചിട്ടുണ്ടോ, റിഫാ മോളെന്നോ റിഹാ മോളെന്നോ ഒട്ടിച്ചിട്ടുണ്ടാവും. ഇത് നമ്മളെ പോലീസുകാരുടെ അവസ്ഥ. എന്ത് കുറവുണ്ട് എന്ന് അവർ നോക്കുക. കാറാണെങ്കിൽ എല്ലാം ഓക്കെ, കൂളിംഗ് ഉണ്ടല്ലേടാ, കൂളിംഗ് അയക്കാൻ പറയും. ഇപ്പൊ ഫൈൻ 2500 ഫൈൻ എല്ലാം കൂളിംഗ് അയച്ചു, ആയിക്കോട്ടെ, അവരെന്നെ അയച്ചു. അപ്പോൾ നമ്പർ പ്ലേറ്റ് ഓപ്പൺ അവർക്ക്. അള്ളാഹു ഇങ്ങനെല്ലാം മിനിങ്ങളെ നിങ്ങൾ സ്കരിച്ചിട്ടുണ്ടോ? നോമ്പോക്കിയിട്ടുണ്ടോ? ഉണ്ട്. ഹജ്ജ് ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. പിന്നെന്താ? നീ സക്കാത്ത് കൊടുത്തിട്ടുണ്ടോ? അതുണ്ട്. നീ എന്നാലും തഹജ്ജുദ് സ്കരിച്ചിട്ടില്ല അല്ലേ എന്ന് പറഞ്ഞിട്ട് പഠിച്ചോ നരകത്തിലിടോ? അതാണോ പഠിച്ചോ? നീ തഹജ്ജുദ് സ്കരിച്ചിട്ടില്ലല്ലേ? സ്കരിച്ചിട്ടുണ്ടല്ലോ പഠിച്ചോനെ? സ്കരിച്ചിട്ടുണ്ട്. ദുഹാ സ്കരിച്ചിട്ടുണ്ടോ? ഖുർആൻ ഒരു ഖത്ത് ഓതിയിട്ടുണ്ടോ? അങ്ങനെ ചോദിച്ചിട്ട് നരകത്തിലിടാനല്ല പഠിച്ചോന്റെ ഇഷ്ടം. അള്ളാഹ് ചോദിക്കുന്നെന്താ? സ്കരിച്ചിട്ടുണ്ടോ? ഇല്ല. നോമ്പോക്കിയിട്ടുണ്ടോ? അതുമില്ല. ഹജ്ജ് ചെയ്തിട്ടുണ്ടോ? അതുമില്ല. എന്തെങ്കിലും ഒരു നന്മ ചെയ്തിട്ടുണ്ടോ? അങ്ങനെ പഠിച്ചു ചോദിക്കാം. എന്തെങ്കിലും ഒരു നന്മ ചെയ്തിട്ടുണ്ടോ? അപ്പോൾ ഒരാൾ പറഞ്ഞു, ഞാൻ പഠിച്ചോനെ കടം കൊടുത്തിട്ട് ഞാൻ വാങ്ങുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടായി പോണ്ടെന്ന് വിചാരിച്ചിട്ട് സൗകര്യം ഉണ്ടാകുമ്പോൾ തന്നാൽ മതി. ഇങ്ങനൊരു നന്മ ചെയ്തിട്ടുണ്ടല്ലേ, മാഷാ അല്ലാഹ്, വാഹനി സ്വർഗത്തിലേക്ക്. ഇതാണ് പഠിച്ചോൻ. വേറെ ആൾ പറഞ്ഞു, പഠിച്ചോനെ നീ നിസ്കരിച്ചിട്ടുണ്ടോ? ഇല്ല. പഠിച്ചോനെ നോമ്പോക്കിയിട്ടുണ്ടോ? ഇല്ല. ഹജ്ജ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. നീ പിന്നെന്താ? ഞാൻ കുറേ കള്ളുടിച്ചിട്ടുണ്ട്, വ്യഭിചരിച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഒരു നന്മ ചെയ്തിട്ടുണ്ടോ? അള്ളാഹ് ചോദിക്കാൻ. ഞാൻ വരുന്ന വഴിയിൽ ദാഹിച്ച് വലയുന്ന ഒരു നായെ കണ്ടപ്പോൾ പഠിച്ചോനെ എനിക്ക് തോന്നി, എനിക്ക് ദാഹിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നല്ല പ്രയാസം ഉണ്ടാവില്ലേ, ഞാൻ വെള്ളം കൊടുത്തു. മാഷാ അല്ലാഹ്, അങ്ങനെ ചെയ്തിട്ടുണ്ടോ? എന്നാൽ നീയും സ്വർഗത്തിൽ. ഇതാണ് പഠിച്ചോൻ. ഈ പഠിച്ചോനെയാണ് ഒരു നിസ്കാരം കളാക്കിയാൽ നരകത്തിന്റെ 70ാമത്തെ തട്ടിലേക്ക് വലിച്ചെറിയുന്ന പഠിച്ചോനായിട്ട് നമ്മൾ മക്കളോട് നമ്മൾ എന്തറിയുന്നത്, ഉപമിക്കുന്നത്. ഈ പഠിച്ചോനോട് മക്കൾക്ക് സ്നേഹം ഉണ്ടാവുമോ? ഈ മക്കൾക്ക് പോലീസുകാരോട് നമുക്കാരും കൽബിൽ സ്നേഹം തോന്നാറുണ്ടോ? ഏതെങ്കിലും പോലീസുകാരോട്? എന്തുകൊണ്ട്? ഇവരിങ്ങനെ അലമ്പാക്കുന്നതുകൊണ്ടാണ്. ഇങ്ങനെ അലമ്പാക്കുന്നത് കൊണ്ടാണ്. എനിക്ക് ഓർമ്മയുണ്ട്, എന്നൊരു ദിവസം ചെറുക്കൾ കുറച്ച് മുമ്പ് ചെറുക്കുന്നൊരു പോലീസ് പിടിച്ചു. എൻ്റെ ഇതേ വണ്ടിയാണ്. അപ്പോൾ ഇങ്ങനെ പിടിച്ചു കുറേ ഒരു 4-5 വർഷം മുമ്പ്. അപ്പോൾ അതിൽ കൂളിംഗ് ഉണ്ടായിരുന്നു, ബാക്കിയൊക്കെ ഓക്കെ, കൂളിംഗ് സീറ്റ് ബെൽറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. കൂളിങ്ങിനോട് പറഞ്ഞു എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ എടുക്കാമെന്ന് പറഞ്ഞു. എൻ്റെ ചാവി വാങ്ങിച്ചിട്ട് എൻ്റെ പിന്നെന്ത് ചെയ്തു, കൂളിങ് മൂപ്പരിങ്ങനെ മാർക്ക് ചെയ്തിട്ട് മൂപ്പരിൻ്റെ എടുത്തു. അതൊക്കെ കഴിഞ്ഞിട്ട് മൂപ്പര് ബാക്കിൽ പോയിട്ട് നമ്പർ കാണിച്ചു തരാം. ഇതെന്താടോ തന്തയും തള്ളയും പോലെ നമ്പർ പ്ലേറ്റ് എന്താ തന്തയും തള്ളയും പോലെ? KL14M എന്നുള്ളത് കുറച്ച് ചെറുതായിരുന്നു, 8555 എന്നുള്ളത് കുറച്ച് വലുതായിരുന്നു. ഇതെന്താ തന്തയും തള്ളയും പോലെ മാറ്റാൻ പറഞ്ഞു. ഞാൻ മാറ്റി. മനസ്സിലായ? അപ്പൊ നമ്മൾക്ക് എന്തുകൊണ്ടാ അവർ ഇനി എല്ലാം ഓക്കെ ആണെങ്കിൽ ഇന്ന് വരെ ഒരു നല്ല സർട്ടിഫിക്കറ്റ്, നല്ല വാക്ക് അവരിൽ നിന്ന് കിട്ടുന്നില്ല. അതുകൊണ്ട് നമുക്ക് ആർക്കും പോലീസ് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും ബേജാറാണ്, ടെൻഷനാണ്. പോലീസുകാർ മുമ്പിലുണ്ടെങ്കിൽ ഓവർടേക്ക് ചെയ്യാൻ പേടിയുള്ള എത്ര കൂട്ടർ ഇവിടെ ഉണ്ട് പറഞ്ഞു. നമ്മൾ റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ പോലീസ് വണ്ടി മുമ്പിൽ പോകുന്നുണ്ടെങ്കിൽ ഓവർടേക്ക് ചെയ്യാൻ പേടിയുള്ള എത്ര ഡ്രൈവർമാർ ഇവിടെ ഉണ്ട്. ഓവർടേക്ക് ചെയ്താൽ പോലീസുകാരെന്ത് വിചാരിക്കോ? പോലീസുകാരെന്തെങ്കിലും പിടിക്കോ? ഇനി ബാക്കിൽ വന്നിട്ട് ലൈസൻസ് വയ്ക്കോ? ഒന്ന് പേടിച്ചിട്ട് ഓവർടേക്ക് ചെയ്യാത്ത ഡ്രൈവർമാർ എനിക്കറിയാം. അതെന്താ? അങ്ങനെ ഒരു പിന്നെ അവരെ കുറിച്ചിട്ടൊരു ചിന്ത അങ്ങനെ ആക്കി നമ്മുടെ മൈൻഡ് ആ ഒരു രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിനെ പരിചയപ്പെടുത്തുമ്പോ സ്നേഹനിധിയായ കാരുണ്യവാനായ അള്ളാഹുവിനെയാണ് നമ്മൾ പരിചയപ്പെടുത്തേണ്ടത്. സ്വഹീഹ് മുസ്ലിമും ബുഖാരിയും റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ഹദീസ് കാണിച്ചു തരാം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ചെറുപ്പക്കാരെ നിങ്ങളെ കുറിച്ചാണ് എനിക്ക് നിങ്ങളോട് പറയാറുള്ളത്, നിങ്ങൾ നല്ല സ്വഭാവക്കാരനായിട്ട് മാറിയാൽ മതി. നിങ്ങൾ നല്ല സ്വഭാവക്കാരനായിട്ട് മാറി. നിങ്ങളെ കൊണ്ട് ഇസ്ലാമിനൊരു ബുദ്ധിമുട്ടുണ്ടാവരുത്. കല്യാണത്തിന്റെ സമയത്ത് എന്തൊക്കെയോ കോലം കെട്ടിയിട്ട് ആളുകൾ ഇസ്ലാമിനെ പറയുന്നൊരവസ്ഥ ഉണ്ടാവരുത്. സോഷ്യൽ മീഡിയയിൽ തോന്നിവാസം കാട്ടിക്കൂട്ടിയിട്ട് ഇസ്ലാമിനെ പറയുന്നൊരവസ്ഥ ഉണ്ടാവരുത്. നമ്മളെ കൊണ്ട് ഇസ്ലാമിനൊരു ശല്യം, നമ്മുടെ കുടുംബത്തിന്, നമ്മുടെ നാടിന് നാണക്കേടുണ്ടാക്കുന്ന രീതിയിൽ ഒരു പ്രവർത്തനം ഉണ്ടാവുക. അതിനും പകരം
നമ്മളെ കാണിച്ചിട്ട് ഇത് എൻ്റെ മക്കളാണ്, എൻ്റെ നാട്ടുകാരനാണ് എന്ന് പറയുന്ന രീതിയിലേക്ക് നിങ്ങൾ വളരണം എന്ന് മാത്രമാണ് എനിക്ക് ഇന്നത്തെ വാലിൽ നിങ്ങളോട് പറയാനുള്ളത്. യുവാക്കളോട്, യുവതികളോട് അതേപോലെ. നിങ്ങളെ നിസ്കാരമൊക്കെ നിങ്ങൾക്ക് ഖബറിലൊക്കെ ഉള്ളത്. നിങ്ങൾ നിസ്കരിച്ചതുകൊണ്ട് എനിക്കും കിട്ടാനില്ല, ദീനിനും കിട്ടാനില്ല, ഇസ്ലാമിനൊരു ചുക്കും കിട്ടാനില്ല. നിങ്ങളെ നാട്ടുകാരൊക്കെ നിസ്കരിച്ചതുകൊണ്ട് ഇസ്ലാം ദീനിന് എന്തെങ്കിലും ഒരു ഉപകാരം കിട്ടോ? നിങ്ങളെന്താ മിണ്ടാത്ത? നിങ്ങളെല്ലാവരും പള്ളിയിൽ വന്നിട്ട് നിസ്കരിച്ചതുകൊണ്ട് ഇസ്ലാം ദീനിന് വല്ല നേട്ടമുണ്ടോ? യുവാക്കൾ യുവതികളൊക്കെ നിസ്കാരക്കാരായി, നമ്മുടെ ദീനിന് വല്ല നേട്ടമുണ്ടോ? ആളുകളൊക്കെ പറയോ, ഉപ്പളയിലുള്ള നാട്ടുകാരും അമുസ്ലിങ്ങളൊക്കെ പറയോ, മാഷാ അല്ലാഹ് ഉപ്പളത്തുള്ള മുസ്ലിങ്ങളൊക്കെ എത്ര നല്ല മനുഷ്യന്മാരാ. എന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞത്? അവരൊക്കെ നിസ്കരിക്കുന്നുണ്ട് എന്ന് പറയോ? ഇല്ല, നിസ്കാരം നമ്മുടെ ഖബറിലേക്കുള്ളതാണ്. നിങ്ങൾ നിസ്കരിച്ചാലും നിസ്കരിച്ചില്ലെങ്കിൽ നിങ്ങൾക്കുള്ളതാണ്. നേരെ മറിച്ച് നിങ്ങളുടെ സ്വഭാവം നിങ്ങൾക്കുള്ളതല്ല, അത് ദീനിനുള്ളതാണ്. നിങ്ങളുടെ സ്വഭാവം ദീനിനുള്ളതാണ്. നിങ്ങൾ മുസ്ലിമായ കാലത്തോളം ദുസ്വഭാവിയായി മാറരുത്. നിങ്ങളൊരു മുസ്ലിമായ ഐഡന്റിറ്റി ഉള്ള കാലത്തോളം, ഹിജാബ് ധരിക്കുന്ന കാലത്തോളം, തട്ടം ധരിക്കുന്ന കാലത്തോളം, തൊപ്പിവെക്കുന്ന കാലത്തോളം, മുസ്ലിം എന്ന പേരുള്ള കാലത്തോളം, നീ ഒരു പ്രാക്ടിക്കൽ മുസ്ലിമായാലും അല്ലേലും, നീ ഒരു അള്ളാഹുവിനെ പേടിക്കുന്ന മുസ്ലിമായാലും അല്ലെങ്കിൽ പേരുകൊണ്ട് മാത്രമുള്ള മുസ്ലിമായാലും, ഇസ്ലാമിന്റെ എന്തെങ്കിലും ഒരു ഐഡന്റിറ്റി നിന്നിലുള്ള കാലത്തോളം നിന്നെ കൊണ്ട് ഇസ്ലാമിന് ഉപകാരമല്ലാതെ ഒരു ഉപദ്രവവും ഉണ്ടാവാതെ സൂക്ഷിക്കണം. നീ കാരണം ഇസ്ലാമിന് അഭിമാനമുണ്ടാവണം, നീ കാരണം ഇസ്ലാമിന് നേട്ടമുണ്ടാവണം, നീ കാരണം നിന്റെ നാട്ടുകാർ പറയണം അയാൾ എന്റെ നാട്ടുകാരനാണെന്ന്, നിന്റെ കുടുംബക്കാരൻ പറയണം അതെന്റെ കുടുംബക്കാരനാണെന്ന്, ഈ കാസർഗോഡ് ജില്ലക്കാർ പറയണം എന്റെ ജില്ലക്കാരനാണെന്ന്, മുസ്ലിമീങ്ങൾ പറയണം എന്റെ മതക്കാരനാണെന്ന്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ പരിശുദ്ധ ദീനിന് നേട്ടമുണ്ടാക്കണം നിങ്ങളുടെ സ്വഭാവത്തിലൂടെ, നിങ്ങളുടെ കോൺട്രിബ്യൂഷനിലൂടെ, നിങ്ങളുടെ ചിന്തയിലൂടെ, നിങ്ങളുടെ വിദ്യാഭ്യാസത്തിലൂടെ, നിങ്ങളുടെ പഠന നിലവാരത്തിലൂടെ, നിങ്ങളുടെ സമ്പാദ്യങ്ങളിലൂടെ ഈ ദീനിന് നേട്ടമുണ്ടാക്കാൻ നിങ്ങൾ ശ്രമിക്കണം. കോട്ടമുണ്ടാക്കരുത് ഒരു കാരണവശാലും. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഒരാൾ ഇങ്ങനെ നടക്കുകയാണ്, റജുലുൻ യംശി ബിത്വരീഖിൻ, ഒരു വഴിയിലൂടെ നടന്നു പോവുകയാണ് ഒരാൾ. ഇദ് വജദ ഉസ്ന ശൗഖിൻ അലി ത്വരീഖി, അങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു മരത്തിന്റെ ഒരു കൊമ്പ് ഒരു വഴിയിൽ കണ്ടു. ഫഅഖറഹു, അതിനാണെന്തൊക്കെ ആ മരത്തിന്റെ കൊമ്പ് റോട്ടിൽ കണ്ടപ്പോ അതെടുത്തിട്ട് മൂപ്പർ സൈഡിലേക്ക് നീക്കി. ഫശക്കറല്ലാഹ്, അല്ലാഹു അത് ഇഷ്ടായി. ഫഗഫറ ലഹു, അല്ലാഹു അയാൾക്ക് പുറത്തു കൊടുത്തു. എന്താ ഇപ്പൊ ഇയാൾ ചെയ്തത്? ബൈക്കിലോ കാറിലോ നടന്നിട്ടോ പോകുന്ന വഴിയിൽ റോഡ് സൈഡിൽ ഒരു മരത്തിന്റെ കൊമ്പ് വീണിട്ടുണ്ട്. അയാൾ മനസ്സിലായി, ഇതിപ്പോ ഞാൻ എടുക്കാതെ പോയാൽ ശേഷം വരുന്ന ഒരു ബൈക്കുകാരൻ ശ്രദ്ധിക്കാതെ വന്നാൽ ഈ കൊമ്പിലേക്ക് തട്ടി ബൈക്ക് മറിയാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും വാഹനക്കാരന്റെ കാറുകാരന്റെ ബമ്പറിൽ തട്ടിയാൽ ആ ബമ്പറിൽ ഡാമേജ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അയാൾ വണ്ടിയിൽ നിന്നിറങ്ങി ആ സാധനം എടുത്തു മാറ്റി. ഈ ഒരൊറ്റ കാരണത്താൽ അല്ലാഹു അയാൾക്ക് സ്വർഗം നൽകിന. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചോ? എനിക്ക് പറയാനുള്ളത്, നമ്മൾ ജീവിക്കുന്ന കാലത്ത് ഈ ദീനിനും ഈ മതത്തിനും ഈ നാടിനും എന്തെങ്കിലും ഒരു സംഭാവന ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ ഇവിടെ നോക്കൂ, ഈ മനുഷ്യൻ എന്ത് നന്മയാ ചെയ്തത്? വരുന്ന വഴിയിൽ ഒരു മരത്തിന്റെ കഷ്ണം കണ്ടു, അല്ലെങ്കിൽ ഒരു കല്ലിന്റെ കഷ്ണം കണ്ടു, അല്ലെങ്കിൽ ഒരു മുൾകഷ്ണം കണ്ടു. ഈ നടന്നു വരുന്ന ഒരാളുടെ കാലിലേക്ക് മുള്ള് തറക്കരുത് എന്ന് ഭയന്നിട്ട് അയാളെടുത്ത് സൈഡിലേക്ക് മാറ്റി. ഈ ഒരൊറ്റ കാരണത്താൽ അള്ളാഹു അയാൾക്ക് സ്വർഗം നൽകി എന്ന് പറയുമ്പോൾ നിങ്ങൾ അള്ളാഹുവിന്റെ ആ ഒരു കാരുണ്യത്തെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. അയാൾ നന്മ ചെയ്തോന്ന് പോലും പഠിച്ചു നോക്കിയിട്ടില്ല. നീ നിസ്കരിച്ചിട്ടുണ്ടോ, തഹജ്ജുദ് നിസ്കരിച്ചിട്ടുണ്ടോ, ജമാഅത്തിന് പോയിട്ടുണ്ടോ എന്നൊന്നും നോക്കിയിട്ടില്ല. അള്ളാഹ് എന്താ ശ്രദ്ധിച്ചത്? ഈ മനുഷ്യന്റെ ഖൽബിൽ കാരുണ്യമുണ്ടോ എന്നാ നോക്കിയത്. ഇനി അടുത്തത് നിങ്ങൾ നോക്ക് പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമ്മോട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്ത് വേണം? ഒരു കാരണവശാലും നമ്മുടെ മക്കളെ അടിക്കാൻ പാടില്ല. 7 വയസ്സുവരെ നമ്മുടെ മക്കളുടെ കൂടെ കളിക്കണം എന്നാ പറഞ്ഞത്. അതുകൊണ്ട് നബിത്തങ്ങൾ, ഇത് ആരാ പറഞ്ഞത്? മഹാന്മാരായ പണ്ഡിതന്മാരാ പറഞ്ഞത്. അതുകൊണ്ട് നബിത്തങ്ങൾ അങ്ങനെ കളിച്ച് കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. നിസ്കരിക്കുമ്പോൾ ഒരു കുഞ്ഞ് നമ്മുടെ മുസല്ലയിലേക്ക് കടന്നു വന്നാൽ നിങ്ങൾ നിങ്ങളുടെ ഭാര്യയോട് ആക്രോശിച്ചിട്ടുണ്ടോ? ഉണ്ടോ? നിങ്ങൾ എപ്പോഴെങ്കിലും നിസ്കരിക്കുമ്പോ മക്കൾ മുമ്പിലേക്ക് വന്നതിന്റെ പേരിൽ മക്കളെ അടിച്ചിട്ടുണ്ടോ? ഭാര്യയെ ചീത്ത പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ പറ.
ഉണ്ടോ? ഉണ്ടോ? ഉണ്ടെങ്കിൽ പറഞ്ഞു, വെറുതെ എനിക്ക് വേണ്ടിയിട്ട് സമ്മതിക്കണമെന്നില്ല. ഞാൻ കണ്ടിട്ടുണ്ട്. മുസല്ലയിലേക്ക് വരണമെന്നില്ല, തൊട്ടിപ്പുറത്ത് വന്നിട്ട് മക്കൾ ഒച്ച ഉണ്ടാക്കിയ വരെ നിസ്കാരം കഴിഞ്ഞിട്ട് ചീത്ത പറയുന്ന ഉപ്പമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാ നിങ്ങൾ കണ്ടു പഠിക്കേണ്ടത് അല്ലാഹുവിന്റെ ഹബീബിനെയാണ്. നിങ്ങളൊക്കെ കേട്ടതല്ലേ 3 തവണ നിസ്കാരത്തിൽ ഇറങ്ങിയാൽ നിസ്കാരം ബാത്തിലാകുമെന്ന്. എന്നാൽ ഈ ശരീഅത്ത് കൊണ്ടുവന്ന പരിശുദ്ധ ഹബീബ് നിസ്കാരത്തിലേക്ക് പോകുമ്പോൾ, സുജൂദിലേക്ക് പോകുമ്പോൾ ഷോൾഡറിൽ നിന്ന് താഴെ വെക്കുന്നു കുട്ടിയെ. സുജൂദിൽ നിന്ന് എണീക്കുമ്പോ ആ കുട്ടിയെ എടുത്തിട്ട് തന്റെ ഷോൾഡറിൽ വെക്കുന്നു പരിശുദ്ധ റസൂലുള്ളാഹ്. ചീത്ത പറഞ്ഞു മക്കൾ, അന്ന് ഡാപ്പർ ഉണ്ടോ, പാമ്പേഴ്സ് ഉണ്ടോ, സ്നെഗ്ഗി ഉണ്ടോ, ടെഡ്ഡി ഉണ്ടോ, എന്തെങ്കിലും ഒന്നുണ്ടോ, പാമ്പേഴ്സ് ഉണ്ടോ, ഡാപ്പേഴ്സ് ഉണ്ടോ? ഒന്നുമില്ലല്ലോ. എന്നാ അന്നത്തെ നബിത്തങ്ങള് അവരെ ഷോൾഡറിൽ വെച്ചിട്ട് നിസ്കരിക്കുന്നു, റുക്കുവിൽ പോകുമ്പോഴത്തേക്ക് താഴെ വെക്കുന്നു. അപ്പൊ നമ്മൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കില്ല, 3 വട്ടം അന്യ നിസ്കാരം ബാത്തിലാവൂലേ? ഇത് ശരീഅത്ത് കൊണ്ടുവന്ന അല്ലാഹുവിന്റെ ഹബീബാണിത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിത്തങ്ങളുടെ മുമ്പിൽ മക്കൾ ആരെങ്കിലും മോശമായിട്ടുണ്ടോ? നബിത്തങ്ങൾ എന്താ ചെയ്യുന്നത്? ഉദാഹരണം പറഞ്ഞു തരാം. നബിത്തങ്ങൾ ഒരിക്കൽ സ്വഹാബാക്കളോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ പഠിപ്പിച്ചു തരാൻ പോവുകയാണ്. നിങ്ങളിൽ ആരാണ് അത് പഠിക്കുന്നത്, പകർത്തുന്നത്, അത് മറ്റൊരാൾക്ക് എത്തിച്ചു കൊടുക്കുന്നത്? ഒരു വഅലിന് വരുന്ന ആൾക്ക് 3 ദൗത്യമുള്ളത്. വഅല് കേൾക്കാൻ വരുന്നവരുടെ മുമ്പിൽ 3 കടമയാണുള്ളത്. 1 കേൾക്കുക. സദസ്സിൽ ഇരുന്നിട്ട് ഇങ്ങനെ മൊബൈൽ കളിക്കാൻ പാടില്ല. കേൾക്കുക, പറയുന്നത് പഠിക്കുക, എന്താണ് ഈ പറയുന്നത്. രണ്ടാമത്തേത് പഠിച്ചു കഴിഞ്ഞാൽ അത് ജീവിതത്തിൽ പകർത്തുക. മൂന്നാമത്തേത് ഇത് കേൾക്കാത്തവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. നബി തങ്ങൾ ചോദിച്ചു, ഞാൻ അങ്ങനെ പറയാൻ പോകുന്ന വിഷയം നിങ്ങൾ ഏറ്റെടുക്കാൻ താല്പര്യമുള്ളവർ ആരാണ്? ഉടനെ തന്നെ അബൂ ഹുറൈറ തങ്ങൾ പറഞ്ഞു, ഞാൻ ഏറ്റെടുത്തോളാം. അപ്പൊ നബി തങ്ങൾ അബൂ ഹുറൈറയെ കൈ പിടിച്ചു. ഫഅഖദ ബിയദി, കൈ പിടിച്ചിട്ട് ഖൽബിൽ നിന്ന് ഖൽബിലേക്കുള്ള മെസ്സേജുകൾ, സന്ദേശം കൈമാറലാണ് നബി തങ്ങൾ ചെയ്തത്. ഫഅഖദ ബിയദി, കൈ പിടിച്ചിട്ട് അബൂ ഹുറൈറ, പിന്നെ ഇതൊക്കെയാണ് നീ ചെയ്യേണ്ടത് എന്ന് നബി തങ്ങൾ പറഞ്ഞു കൊടുത്തു. മഹാനായ മുആദ് തങ്ങൾ പറയുന്നുണ്ട്, എന്റെ ഷോൾഡറിൽ നബി തങ്ങൾ ഇങ്ങനെ തട്ടി എന്നെ അടുത്തേക്ക് വിളിച്ചിട്ട് എന്റെ ഷോൾഡറിൽ കൈവച്ചു. ഇങ്ങനെയൊക്കെ ഉപദേശിക്കുന്നതിന് പകരം മക്കളെ അടിക്കുന്ന ഈ ഉമ്മമാർക്ക് അല്ലാഹു മാപ്പ് നൽകുമോ? മുഅ്മിനീങ്ങളെ, മക്കളടിക്കുന്ന ഏതെങ്കിലും ഒരു രക്ഷിതാവിന് അല്ലാഹു മാപ്പ് കൊടുക്കുമോ? ഞാൻ വിശ്വസിക്കുന്നത് കൊടുക്കൂല തന്നെയാണ്. മക്കളടിക്കുന്ന രക്ഷിതാക്കൾക്ക് അല്ലാഹു മാപ്പ് കൊടുക്കൂല തന്നെയാണ് എൻ്റെ വിശ്വാസം. ഞാനിത് അതിനെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് ഞാനിങ്ങനെ വാൽ പറയാൻ തുടങ്ങിയത്. ഞാനൊരിക്കലും സ്വർഗം തന്നെ കിട്ടൂല എന്ന് പ്രസംഗിച്ചു. അപ്പോൾ സദസ്സിൽപ്പെട്ട ഒരാൾക്ക് ഭയങ്കര വിഷമായി. അത് നിങ്ങൾ പറഞ്ഞ ശരിയായില്ല. ഞാൻ ചോദിച്ചു, അതെന്തുകൊണ്ട് നിങ്ങൾ അങ്ങനെ പറഞ്ഞു? നിങ്ങൾക്ക് അതിൻ്റെ പിന്നെ പാരൻറ്റിങ്ങിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയോ? നിങ്ങളതിനെക്കുറിച്ച് പഠനം നടത്തിയിട്ടുണ്ടോ? ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഞാൻ പറയാം ഒരു ഉദാഹരണം. ഞാൻ കണ്ടു ഒരാളെ മക്കളെ ഉറക്കാണ്, കുട്ടീനെ ഉറക്കാണ്. 2 വയസ്സുള്ള ഒരു കുട്ടീനെ ഉറക്കാണ്. അപ്പൊ കുട്ടികൾ ഉറങ്ങുന്ന സമയത്ത് ഉമ്മ ഉറക്കുമ്പോ ഒന്നും കുട്ടി ഉറങ്ങിക്കൊള്ളണമെന്നില്ല, അല്ലേ? നിങ്ങൾ ഉറങ്ങിക്കോന്ന് പറയുമ്പോ ആയിക്കോട്ടെ ഉമ്മ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഉറങ്ങും. കുട്ടികളില്ല, കുട്ടികൾ അങ്ങോട്ട് ചാടിക്കളിക്കും, ഇങ്ങോട്ട് ചാടും, ഒച്ച വെക്കും, പാട്ട് പാടും, അങ്ങനെയൊക്കെ ചെയ്യും. ഒരടി കൊടുത്തു. കുട്ടിക്ക് ഉറക്കക്കായിരുന്നു. എന്റെ മുമ്പിൽ നടക്കുന്ന ഒരു സംഭവം ഞങ്ങളോട് പറയുന്നു. കുട്ടി ഉറക്കക്കായിരുന്നു. സ്വാഭാവികമായിട്ട് കരച്ചിൽ കഴിഞ്ഞതിന് ശേഷം കുട്ടി എന്തായി? ഫ്രീ ആയി, വീണ്ടും കളിക്കാൻ തുടങ്ങി. അപ്പൊ ഉമ്മ വീണ്ടും ഉറക്കാൻ ശ്രമിച്ചു. കുട്ടി വീണ്ടും ഉറങ്ങുന്നില്ല, വീണ്ടും അടിച്ചു. അപ്പൊ ഈ ഉമ്മാക്ക് ഒരല്പമെങ്കിലും തലയിൽ തലച്ചോറുണ്ടെങ്കിൽ ഉമ്മ എന്ത് മനസ്സിലാക്കണം? ഞാൻ ഒരു തവണ അടിച്ചത് ഉറങ്ങാൻ വേണ്ടിയിട്ടാണ്. എന്റെ അടി കൊണ്ട് റിസൾട്ട് ഉണ്ടായിട്ടില്ല. അപ്പൊ ഞാൻ അടി എന്നുള്ള ശൈലി മാറ്റി വേറൊരു മെത്തഡോളജിയിലേക്ക് ഞാൻ പോകണം. അത് ഉമ്മ ചിന്തിക്കണമായിരുന്നു, ചിന്തിച്ചില്ല. 2 വട്ടം അടിച്ചു. കുട്ടി വീണ്ടും കരഞ്ഞു. കുറെ നേരം കരഞ്ഞതിന് ശേഷം വീണ്ടും കുട്ടി ചാടി കളിക്കാൻ തുടങ്ങി. പിന്നെ ഒന്ന് ഫ്രീ ആയി, കരച്ചിൽ നിർത്തി ഫ്രീ ആയി. ഉമ്മ വീണ്ടും ഉറക്കാൻ ശ്രമിച്ചു. 3ാമതും ഉമ്മ അടിച്ചു. അങ്ങനെ ഒരൊറ്റൊരു ദിവസം 10 തവണ കുട്ടി അടിച്ചു. ഞാൻ കുട്ടി എടുത്തിട്ട് ഇങ്ങോട്ട് വിളിച്ചു, മതി അടിച്ചു. നിനക്ക് അടിച്ചിട്ട് റിസൾട്ട് ഇല്ല എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായില്ലേ? ഇനി അടിക്കരുത്. അടിച്ചിട്ട് റിസൾട്ട് ഇല്ലെങ്കിൽ പിന്നെ അടിക്കരുത്. എന്തൊരു കാര്യം ചെയ്യുമ്പോഴും അതിലൊരു റിസൾട്ട് നമ്മൾ കാണണം. ആ റിസൾട്ട് ഇല്ലെങ്കിൽ പിന്നെ അടിക്കാൻ പോകരുത്. അതുകൊണ്ട് തന്നെയാണ് പാവപ്പെട്ട പിഞ്ചോമന മക്കൾക്ക്, പക്വതയെത്താത്ത വകതിരിവെത്താത്ത പിഞ്ചു പൈതങ്ങളെ ഉമ്മമാരെ നിങ്ങൾ എങ്ങനെയാണ് അടിക്കുന്നത്? ഭർത്താക്കന്മാരോടുള്ള ചൊടി മക്കളിൽ തീർക്കുകയാണോ?
ഭർത്താക്കന്മാരോടുള്ള ചൊടി നിങ്ങൾ മക്കളിൽ തീർക്കാണോ? അങ്ങനെയാണെങ്കിൽ വേറെ കുറെ ഓപ്ഷൻ ഉണ്ട്. ഈ പാശ്ചാത്യന്മാരായ ആളുകളൊക്കെ സ്ട്രെസ് വരുമ്പോൾ ചെയ്യുന്നൊരു പരിപാടി ഉണ്ടെന്ന് അറിയും. ഈ പഴയ ആക്രി കച്ചവടത്തിലുള്ള കാറൊക്കെ ഉണ്ടാവില്ലേ, അഥവാ ഇനി വിൽക്കാനൊന്നുമില്ല, അത് ആക്രിയായിട്ട് പിന്നെ വിൽക്കുന്ന ഒരു സാധനമാണ്. അങ്ങനെയുള്ള കാറിന്റെ ക്ലാസ്സിലേക്ക് അവരടിക്കുമ്പോൾ, അല്ലെങ്കിൽ വീട്ടിലെ പഴയ സാധനങ്ങൾ കുപ്പി ക്ലാസ്സുകളൊക്കെ കൊണ്ടുപോയി ഒരു മരത്തിന്റെ മുകളിൽ വെച്ചിട്ട് ആ സ്ട്രെസ്, ആ ഒരു പെയിൻ മാറുന്നത് വരെ അടിച്ചു പൊട്ടിക്കും. അതൊരു നമ്മുടെ മൈൻഡിൽ ഉണ്ടാകുന്ന ഒരു ദേഷ്യം, ഒരു ഉള്ളിലുണ്ടാകുന്ന സ്ട്രെസ് തീരുന്നത് വരെ. നമ്മുടെ ഉമ്മമാര് സ്ട്രെസ് തീരുന്നവരെ മക്കളടിക്കും. അതുകൊണ്ട് എന്റെ ശബ്ദം ശപിക്കുന്ന ഏതെങ്കിലും ഒരു ഉമ്മയ്ക്ക് ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാ ഞാൻ പറയുന്നത്. നിങ്ങൾ പറയും അടിക്കാതെ നന്നാവൂല. ഞാൻ ചോദിക്കട്ടെ, അടിച്ചിട്ട് നന്നായോ? ഒക്കെ അടിച്ചിട്ട് നന്നായോ? എങ്കിലൊക്കെ റിസൾട്ട് ഉണ്ടെങ്കിലൊക്കെ റിസൾട്ട് ഇല്ല. അപ്പൊ നിങ്ങൾ അടിക്കാത്ത മെത്തേഡ് നോക്കണം. പിന്നെ ഒച്ച വെച്ച് സംസാരിക്കുന്നത് പാടില്ല. ഒരു കാരണവശാലും ഒച്ച വെച്ചവരെ പേടിപ്പിക്കാൻ പാടില്ല. ഇതവർ കണ്ടു പഠിക്കുന്നു. പിന്നെ സ്വന്തം സഹപാഠികളോട് സംസാരിക്കുമ്പോൾ അവരും ഇതേപോലെ ഒച്ച വെച്ച് പേടിപ്പിക്കുകയാണ്. നേരെ മറിച്ച് സൗമ്യമായി നബി തങ്ങൾ എന്താ പറഞ്ഞത്? അടുത്തിങ്ങനെ ഭക്ഷണം കഴിക്കാം. കുൽബി യമീനിക്ക, മോനെ ഇങ്ങനെ നെഞ്ചിലൊക്കെ തട്ടും, ഷോൾഡറിലൊക്കെ തട്ടും, മോനെ വലത് കൈ കൊണ്ട് തിന്നെന്ന് പറയും. ഈ തിന്നില്ലെങ്കിൽ അടിക്കാൻ പോവില്ല. നബിത്തങ്ങള് അടിക്കാൻ പോവില്ല. കുട്ടി തിന്നില്ലെങ്കിൽ പിന്നെ അടുത്ത പ്രാവശ്യം നബിത്തങ്ങൾ പറയും വലത് കൈയിൽ തിന്നൂടെ മോനെ. കുൽ മിമ്മാ യലീക, നിനക്കടുത്തതിൽ നിന്ന് തിന്നണം. ഒരു പാത്രത്തിൽ നിന്ന് അങ്ങും ഇങ്ങും കൈയിട്ട് തിന്നരുത്. ഏറ്റവും അടുത്ത ഭാഗത്ത് നിന്ന് തിന്നണമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾക്ക് ഓർമ്മയില്ലേ നബി തങ്ങളെ കാണാൻ ഒരാൾ കടന്നു വന്നത്? എന്നിട്ട് നബി തങ്ങളോട് പറഞ്ഞു, നബിയെ ഞാൻ മുസ്ലിമാവാം, പക്ഷേ ഒരു കാര്യത്തിൽ മാത്രം നിങ്ങൾ എന്നോട് വാശി പിടിക്കാൻ പാടില്ല. ഒരു കാര്യത്തിൽ മാത്രം വാശി പിടിക്കരുത്, ഞാൻ മുസ്ലിം ആയിക്കോളാം. അതെന്താ? എനിക്ക് വ്യഭിചാരം മാത്രം അത് വേണ്ട നിങ്ങൾ എന്നോട് പറയും. ഞാൻ നോമ്പെടുക്കാം, സക്കാത്ത് കൊടുക്കാം, ഹജ്ജ് ചെയ്യാം, നിസ്കരിക്കാം, തഹജ്ജുദ് നിസ്കരിക്കാം. വ്യഭിചാരം എനിക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വികാരമാണ്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞു ആയിക്കോട്ടെ. നമ്മളെന്താ പറയുക? ഉസ്താദ്മാരെന്താ പറയുക? നമ്മളോട് അങ്ങനെ പറഞ്ഞാൽ നീ മുസ്ലിം ആണ്ടെന്ന് അറിയും അല്ലേ? എനിക്ക് കഴിയുന്നില്ല, മുസ്ലിം ആണ്ട്, വണ്ടി വിട്ടുവെന്ന് നമ്മൾ പറയാം. നബി തങ്ങൾ പറഞ്ഞു ആയിക്കോട്ടെ, നീ മുസ്ലിമായ മതി. എന്നിട്ട് നബി തങ്ങൾ അയാൾ അടുത്തേക്ക് വിളിച്ചു, ഇങ്ങോട്ട് വന്നു ചേർത്ത് പിടിച്ചിട്ട് നബി തങ്ങൾ ചോദിച്ചു, മോനെ നിന്റെ ഉമ്മയെ ഒരാൾ വ്യഭിചരിക്കുന്നത് നിനക്ക് ഇഷ്ടമാണോ? നിന്റെ ഉമ്മയെ വേറൊരാൾ വ്യഭിചരിക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചു നോക്കി. എനിക്ക് കയ്യിൽ ആലോചിക്കാൻ പോലും കഴിയില്ല. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, നീ വ്യഭിചരിക്കുന്നത് വേറൊരാളുടെ ഉമ്മയായിക്കൂടെ? നിനക്ക് നിന്റെ ഉമ്മയെ വ്യഭിചരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാവാറുള്ള പ്രശ്നം, മാനസികമായ പ്രയാസം ആ ഉമ്മയുടെ മക്കൾക്ക് ഉണ്ടാവൂലേ? ശരിയാണ് നബി, ശരിയാണ്. നിന്റെ മക്കളെ ആരെങ്കിലും വ്യഭിചരിക്കുന്നത് നിനക്ക് ഇഷ്ടമാണോ? ഒരാൾ വന്നിട്ട് അവിഹിത ബന്ധത്തിൽ ഏർപ്പെടുന്നത് നീ സമ്മതിച്ചു കൊടുക്കോ? ഇല്ല നബിയെ, ഞാൻ വെറുതെ വിടൂല. എന്നാൽ നീ വ്യഭിചരിക്കുന്നത് വേറൊരു ഉമ്മയുടെ മക്കളല്ലേ, അവർക്കും ഈ വിഷമം ഉണ്ടാവില്ലേ? നിന്റെ പെങ്ങളെ മറ്റൊരാൾ വ്യഭിചരിക്കുന്നത് എനിക്ക് ഇഷ്ടമാണോ? ഇല്ല നബിയെ. എന്നാൽ നീ വ്യഭിചരിക്കുന്നത് വേറെ ആളുടെ പെങ്ങളല്ലേ, അങ്ങനെ ആയിക്കൂടെ, അവർക്കും വിഷമം ഉണ്ടാവില്ലേ? എന്നിട്ട് ഇതൊക്കെ കേട്ടിട്ട് അവസാനമായിട്ട് പറയാം, നബിയെ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ എൻ്റെ ജീവിതത്തിലെ ആകെയുള്ള ആഗ്രഹം ഈ വ്യഭിചാരത്തോടുള്ള താല്പര്യമായിരുന്നു. ഇപ്പൊ എനിക്ക് തോന്നാൻ വ്യഭിചാരം എന്ന് പറഞ്ഞാൽ ഇതിനേക്കാളും വെറുപ്പ് തോന്നുന്ന വേറൊരു പ്രവർത്തനമില്ല. ശുദ്ധമായ നബി തങ്ങൾ അയാളുടെ ഖൽബിൽ കൈവച്ച് ദുആ ചെയ്യുന്ന അല്ലാഹു അയാളുടെ ഖൽബ് നീ നന്നാക്കണേ, ശുദ്ധിയാക്കണേ. ഇങ്ങനെയാണ് അതിന്റെ മെത്തഡോളജി, ഇങ്ങനെയാണ് ഉപദേശത്തിന്റെ ടേം, ഉപയോഗിക്കേണ്ട ടേമുകൾ, ശൈലി, ഇതൊക്കെ നമ്മൾ പഠിക്കണം. എന്നിട്ട് നമ്മൾ ഇതൊന്നും ചെയ്യാതെ നമ്മൾ എന്ത് വിഷയം കൊടുക്കും? വഴിതെറ്റുന്ന യുവാക്കളും വഴിതെറ്റുന്ന യുവതികളും. പാവപ്പെട്ട യുവാക്കളും യുവതികളിൽ ആരെങ്കിലും വഴിതെറ്റിയിട്ടുണ്ടോ? അവർ ഉത്തരവാദികളാണോ? ആണ്, നിങ്ങൾ പറ. അവർ യുവാക്കളാണോ വഴിതെറ്റിയിട്ടുള്ളത്? പ്രശ്നന്മാരുടെ ഭാഗത്താണ്. യുവാക്കൾ ഒരിക്കലും വഴിതെറ്റിയിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് എപ്പോഴും പറയാനുള്ളത്. നമ്മൾ യുവാക്കൾ ആരും വഴിതെറ്റിയിട്ടില്ല. പഴയ യുവാക്കളെക്കാൾ, അഥവാ ഇന്ന് 50ഉം 60ഉം വയസ്സും പ്രായമുള്ള ഉപ്പമാരുള്ള നിങ്ങളുടെ യൗവനത്തിൽ നിങ്ങൾ നിസ്കരിച്ചതിനേക്കാളും ഇന്നത്തെ യുവാക്കൾ നിസ്കരിക്കുന്നുണ്ട്. അന്ന് നിങ്ങൾ മോഡലാക്കിയതുപോലെ ഇന്നത്തെ യുവാക്കൾ മോഡലാക്കുന്നില്ല. ഫോട്ടോ നോക്കി, നിങ്ങൾ പഴയ കല്യാണ ഫോട്ടോ നോക്കിയിട്ട് നിങ്ങൾ വിലയിരുത്ത്. നിങ്ങളെ പഴയ കല്യാണ ഫോട്ടോസും ഇന്നത്തെ കുട്ടികളുടെ കല്യാണ ഫോട്ടോസും നിങ്ങൾ നോക്ക്.